പേവിഷബാധ റേബീസ്. പേവിഷബാധ പ്രധാനമായും പകരുന്നത് രോഗബാധയുള്ള ഒരു മൃഗത്തിന്റെ ഉമിനീരിലൂടെയാണ്. ഇത് പ്രധാനമായും താഴെ പറയുന്ന രീതികളിൽ മനുഷ്യരിലേക്ക് എത്താം. ഒരു പേവിഷബാധ പകരുന്ന രീതികൾ. കടിയേൽക്കുന്നത് വഴി. ഏകദേശം 99% കേസുകളിലും മൃഗങ്ങളുടെ കടിയിലൂടെയാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പല്ലുകൾ ആഴത്തിൽ ഇറങ്ങുമ്പോൾ ഉമിനീരിലെ വൈറസ് പേശികളിലേക്കും നാഡികളിലേക്കും നേരിട്ട് എത്തുന്നു. മാന്തുന്നത് വഴി. മൃഗങ്ങൾ നഖങ്ങൾ കൊണ്ട് മാന്തുമ്പോൾ അവയുടെ നഖത്തിൽ ഉമിനീരിന്റെ അംശമുണ്ടെങ്കിൽ രോഗം പകരാം. മുറിവുകളിൽ നക്കുന്നത് വഴി. ശരീരത്തിലുള്ള പഴയ മുറിവുകളിലോ പോറലുകളിലോ മൃഗങ്ങൾ നക്കുന്നത് അപകടകരമാണ്. ശ്ലേഷ്മസ്തരങ്ങൾ മ്യൂക്കസ് മെംബ്രെയിൻസ് വഴി ഉമിനീർ നേരിട്ട് കണ്ണ്, മൂക്ക്, വായ എന്നിവയ്ക്കുള്ളിൽ വീഴുന്നത് വഴിയും രോഗം പകരാൻ സാധ്യതയുണ്ട്. അവയവ മാറ്റിവയ്ക്കൽ. വളരെ അപൂർവമായി രോഗബാധയുള്ള ഒരാളുടെ അവയവങ്ങളോ കണ്ണ്, പടലമോ കോർണിയ മാറ്റിവയ്ക്കുന്നതിലൂടെയും രോഗം പകരാം. 2. പേവിഷബാധ പരത്തുന്ന മൃഗങ്ങൾ. സസ്തനികൾ, മുലിയൂട്ടുന്ന മൃഗങ്ങൾ വഴി മാത്രമേ പേവിഷബാധ പകരുകയുള്ളൂ. പക്ഷികൾ, പാമ്പുകൾ, മത്സ്യങ്ങൾ, പ്രാണികൾ എന്നിവയിലൂടെ ഈ രോഗം പകരില്ല. കൂടുതൽ അപകടസാധ്യതയുള്ള മൃഗങ്ങൾ. പട്ടികൾ. ഇന്ത്യയിൽ 97% മുതൽ 99% വരെ പേവിഷബാധ കേസുകൾക്കും കാരണം തെരുവുനായ്ക്കളോ വാക്സിൻ എടുക്കാത്ത വളർത്തുനായ്ക്കളോ ആണ്. പൂച്ചകൾ. നായ്ക്കൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വളർത്തുമൃഗമാണ് പൂച്ച. കുരങ്ങുകൾ. നഗരപ്രദേശങ്ങളിലും ക്ഷേത്രപരിസരങ്ങളിലും കുരങ്ങുകളിൽ നിന്ന് കടിയേൽക്കാൻ സാധ്യതയുണ്ട്. കാട്ടുമൃഗങ്ങൾ. കുറുക്കൻ, മരപ്പട്ടി, കീരി, ചെന്നായ എന്നിവ. കന്നുകാലികൾ. പശു, എരുമ, ആട്, കുതിര എന്നിവയ്ക്കും രോഗബാധയുണ്ടാകാം. ഇവയുടെ ഉമിനീരുമായി സമ്പർക്കം വരുന്നത് ശ്രദ്ധിക്കണം. വവ്വാലുകൾ. വിദേശരാജ്യങ്ങളിൽ വവ്വാലുകൾ പ്രധാന ഉറവിടമാണെങ്കിലും ഇന്ത്യയിൽ നിലവിൽ വവ്വാലുകൾ വഴിയുള്ള രോഗബാധ അത്ര വ്യാപകമല്ല. എങ്കിലും വവ്വാലുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ. 1. മുറിവ് കഴുകുക. മുറിവേറ്റ ഭാഗം ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ സോപ്പിട്ട് 15 മിനിറ്റെങ്കിലും നന്നായി കഴുകുക. വൈറസിനെ നശിപ്പിക്കാൻ ഇത് വളരെ പ്രധാനമാണ്. 2. ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുക. മുറിവിൽ അസോപ്രോപൈൽ ആൽക്കഹോളോ പോവിഡോൺ അയഡിനോ പുരട്ടുക. 3. ഡോക്ടറെ കാണുക. എത്രയും വേഗം ആശുപത്രിയിൽ എത്തി പേവിഷബാധ തടയാനുള്ള വാക്സിൻ PEP എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ മരണം സംഭവിക്കാൻ 100% സാധ്യതയുണ്ട്. എന്നാൽ കൃത്യസമയത്ത് വാക്സിൻ എടുത്താൽ ഇത് 100% തടയാവുന്നതുമാണ്. ചെറിയ പോറലാണെങ്കിൽ പോലും അശ്രദ്ധ കാണിക്കരുത്. അണ്ണാനിലൂടെ പേവിഷബാധയുണ്ടാകുന്നത് ലോകമെമ്പാടും വളരെ അപൂർവമാണെങ്കിലും ചില സംഭവങ്ങൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവായ വൈദ്യശാസ്ത്ര നിഗമനമനുസരിച്ച് അണ്ണാൻ, എലി തുടങ്ങിയവ പേവിഷബാധ പടർത്താറില്ല. എന്നാൽ കേരളത്തിലുൾപ്പെടെ അപൂർവമായി ഇത്തരം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി രേഖകളുണ്ട്. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ താഴെ നൽകുന്നു. 1. അപൂർവമാണെങ്കിലും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അണ്ണാൻ പേവിഷബാധയുടെ വാഹകരല്ല, നാച്ചുറൽ റിസർവോയർ. എന്നാൽ ഒരു തെരുവുനായോ അല്ലെങ്കിൽ പേവിഷബാധയുള്ള മറ്റൊരു വന്യമൃഗമോ അണ്ണാനെ കടിക്കുകയും ആ അണ്ണാൻ ചത്തുപോകുന്നതിനു മുൻപ് ഒരു മനുഷ്യനെ കടിക്കുകയും ചെയ്താൽ വൈറസ് പടരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം സംഭവം. 2013 കുറയ്ക്കുക 14 കാലഘട്ടത്തിൽ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണ്ണാന്റെ കടിയേറ്റ ഒരു കുട്ടി പേവിഷബാധ ലക്ഷണം കാണിച്ച് മരിച്ചതായി മെഡിക്കൽ ജേണലുകളിൽ ഇന്ത്യൻ ജേർണൽ ഓഫ് പെഡിയാട്രിക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2. കുഞ്ഞു അണ്ണാൻ, ബേബി സ്ക്വിറൽ കൂടുതൽ അപകടകാരിയാണോ? കുഞ്ഞു അണ്ണാനാണോ മുതിർന്നതാണോ എന്നത് വൈറസ് പകരുന്നതിൽ വലിയ വ്യത്യാസം വരുത്തുന്നില്ല. എന്നാൽ കുഞ്ഞു അണ്ണാന്മാരെ നാം കൗതുകത്തിന് എടുത്ത് വളർത്താനോ കളിപ്പിക്കാനോ ശ്രമിക്കുമ്പോൾ അവ കടിച്ചാൽ നാം അത് ഗൗരവമായി എടുക്കാറില്ല. ഇതാണ് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നത്. 3. എന്തുകൊണ്ട് മരണങ്ങൾ സംഭവിക്കുന്നു? അണ്ണാൻ കടിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് അണ്ണാൻ പേയുണ്ടാകില്ല എന്നാണ്. ഈ അമിതവിശ്വാസം കാരണം പലരും പ്രതിരോധ കുത്തിവെപ്പ് വാക്സിൻ എടുക്കാൻ മടിക്കുന്നു. ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ പിന്നെ ചികിത്സയില്ല എന്നതുകൊണ്ടാണ് ഇത്തരം മരണങ്ങൾ സംഭവിക്കുന്നത്. നാം എടുക്കേണ്ട മുൻകരുതലുകൾ. കടിയേറ്റാൽ നിസ്സാരമായി കാണരുത്. ഏത് വന്യമൃഗമായാലും അണ്ണാൻ ഉൾപ്പെടെ കടിയോ മാന്തലോ ഏറ്റാൽ ഉടൻ ഡോക്ടറെ കാണുക. വാക്സിൻ എടുക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വാക്സിൻ കോഴ്സ് പൂർത്തിയാക്കുക. കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വഴിയിൽ വീണുകിടക്കുന്നതോ അവശതയുള്ളതോ ആയ അണ്ണാൻ കുഞ്ഞുങ്ങളെ നഗ്നമായ കൈകൾ കൊണ്ട് എടുക്കാതിരിക്കുക. ചുരുക്കത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ WHO കണക്കനുസരിച്ച് അണ്ണാൻ കടിക്കുന്നത് കുറഞ്ഞ സാധ്യത ലോ റിസ്ക് വിഭാഗത്തിലാണ്. എങ്കിലും ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളിൽ പേവിഷബാധ വ്യാപകമായതിനാൽ മുൻകരുതൽ എന്ന നിലയിൽ അണ്ണാൻ കടിച്ചാലും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.